ലിംഫോമ ഒരു ക്യാൻസറാണ്. അത് നമ്മുടെ പ്രതിരോധ കോശങ്ങളായ ടി സെൽ, ബി സെൽ ഇവയാണ് അത് ബാധിക്കുന്നത്. ഈ കോശങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ലസിക ഗ്രന്ഥികൾ, അല്ലെങ്കിൽ നമ്മൾ ലിംഫ് നോഡ് എന്നൊക്കെ പറയുന്നത്, പിന്നെ ടോൺസിൽ, സ്പ്ലീൻ, സ്കിൻ, ഇൻറ്റസ്റ്റൈൻ, ഇവിടേക്കാണ് ഈ കോശങ്ങൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ ലിംഫോമ എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ലസിക ഗ്രന്ഥികൾ അല്ലെങ്കിൽ ലിംഫ് നോഡ് എന്ന് പറയുന്ന അവയവത്തെയാണ് ബാധിക്കുന്നത്. കൂടുതലായിട്ട് കഴുത്തിൽ അല്ലെങ്കിൽ നെഞ്ചിനകത്ത്, പിന്നെ വയറിനകത്ത്, നമ്മുടെ ഹിപ്പിനോട് ചേർന്നിട്ട് ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ ഉള്ളത്. സാധാരണ രീതിയിൽ ലിംഫോമ രോഗികൾക്ക് ഗ്രന്ഥികളിലൊക്കെ നല്ല വീക്കം ആയിട്ടായിരിക്കും സാധാരണ വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ പലപ്പോഴും പനിയും വെയിറ്റ് ലോസും പിന്നെ വിളർച്ച, രാത്രിയിൽ വിയർക്കുക, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള രോഗപ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഡോക്ടർമാരെടുത്ത് വരുന്നത്. സാധാരണ ഇതിന് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മളതിൽ നിന്ന് ഗ്ലാൻഡ് ചെയ്ത് ബയോപ്സി എടുത്ത് നോക്കണം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ടെസ്റ്റ്. അതിനോടനുബന്ധിച്ച് അതിൻ്റെ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ജനിതകമായ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേകിച്ചുള്ള ടെസ്റ്റുകളും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യും. കൂടാതെ നമ്മൾ പെറ്റ് സ്കാൻ ചെയ്യണം. പിന്നെ മജ്ജയിലേക്കൊക്കെ ഈ രോഗം വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനകൾ ചെയ്യും. അൾട്രാസൗണ്ട് സ്കാൻ, ബ്ലഡിൻ്റെ കൗണ്ടുകൾ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഇത് കൃത്യമായി ഈ മോളിക്കുലർ ബയോളജിയിലുള്ള വിവരങ്ങളും ഉപയോഗിച്ച് കൃത്യമായി ഇത് സ്റ്റേജ് ചെയ്യണം എന്നുള്ളത് വളരെ പ്രാധാന്യപ്പെട്ട കാര്യമാണ്. പൊതുവെ ഏർലി സ്റ്റേജിലുള്ള ലിംഫോമ ക്യാൻസർ എല്ലാം തന്നെ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. സാവധാനത്തിൽ വളരുന്ന ചില ടൈപ്പ് ലിംഫോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫോളോ അപ്പിൽ ചെയ്തു വയ്ക്കും. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ തന്നെ അത് ആൾക്കാർ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ചില അവസരത്തിൽ അതിൽ തന്നെ ജനിതകമായ മാറ്റങ്ങളെല്ലാം വന്നിട്ട് അതിന് ചികിത്സകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടും വരാം. പിന്നെ സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ പലപ്പോഴും പല വിധത്തിലുള്ള ചികിത്സകൾ ഏകോപിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. കീമോതെറാപ്പി കൊടുക്കണം, അതിനോട് മോണോക്ലോണൽ ആൻറ്റിബോഡി ചില ക്യാൻസറുകൾക്ക് കൊടുക്കും. പിന്നെ ചില സമയത്ത് കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞതിന് ശേഷമോ ചിലപ്പോൾ റേഡിയേഷൻ നമ്മൾ കൊടുക്കും. എന്നാൽ ചുരുക്കം ചില സിറ്റുവേഷനിൽ രണ്ടാമത് രോഗം വരികയാണെങ്കിൽ മജ്ജ മാറ്റിവയ്ക്കൽ തുടങ്ങിയ അല്ലെങ്കിൽ കാർ ടീസൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജനിതകമായ ചികിത്സകളും മറ്റും കൊടുത്ത് രോഗിക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ലിംഫോമയെ പറ്റി പറയുമ്പോൾ നമ്മളതിനെ പേടിക്കേണ്ട, പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായ രോഗം ഭേദപ്പെടുത്താവുന്ന ക്യാൻസറുകളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ലിംഫോമയെ കണക്കാക്കാം.